സിസ്റ്റംസ് എന്താണ് ഈ സിസ്റ്റംസ്? നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, പുറമേ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ സിസ്റ്റം ഇൻ അസ്. ആ സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സിസ്റ്റം തിങ്കിങ്ങിനെ ഒന്ന് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ആളുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആ പ്രശ്നത്തിൽ മാത്രമല്ല നോക്കേണ്ടത്, കുറച്ചും കൂടി ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എ സിസ്റ്റം ഫെയിലിയർ. കണ്ണ് കാണാത്ത ആളുകൾ കൂടിയിട്ട് ഒരു ആനേനെ കാണാൻ പോയ കഥ. ഒരു വെരി ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് തിങ്കിങ് ഇൻ സിസ്റ്റംസ്. നമ്മൾ ഇന്നത്തെ ബുക്ക് ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതെ, ലൈഫിനെ നമ്മൾ ഒരേ രീതിയിൽ നോക്കി കണ്ട് മടുത്ത് ഇതിൽ നിന്ന് നമുക്കൊരു ചേഞ്ച് പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണ്. ലൈഫാണെങ്കിലും എനിക്കൊന്ന് ബിസിനസ്സാണെങ്കിലും ജോലിയാണെങ്കിലും നമ്മളെല്ലാം ഒരു ഇവൻ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എല്ലാ ദിവസവും പോകുന്നു, എന്തെങ്കിലും സംഭവിക്കുന്നു, അതിന് റിയാക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, നമ്മൾ അതിനെ അവിടെ വിടുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നു, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ദർ ഇസ് അനദർ വേ ടു ലുക്ക് അറ്റ് ഇറ്റ് എന്ന് നമ്മൾ പഠിപ്പിച്ച ഒരു ഓതറാണ് ഡൊണേല മെൻഡോസ്. ഡൊണേല മെൻഡോസിൻ്റെ ഒരു വെരി ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് തിങ്കിങ് ഇൻ സിസ്റ്റംസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ബുക്ക്. എങ്ങനെയാണ് ഷാമിനി ബുക്ക് കിട്ടിയത്, ആൻഡ് ഹൗ ഡു യു അപ്ലൈ ഇറ്റ് ഇൻ യുവർ ലൈഫ്? തിങ്കിങ് ഇൻ സിസ്റ്റംസ്, ആ ഒരു ടൈറ്റിൽ തന്നെ ഭയങ്കര ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് തിങ്കിങ് ആണെന്ന് നമുക്ക് തോന്നാം. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ ആ ഒരു കറണ്ട് ചോയ്സസ് ഉള്ളതിനെ പറ്റി പറഞ്ഞു. പക്ഷേ എങ്കിലും ആളുകളെല്ലാം ഇത് കേൾക്കുന്ന ആളുകളാണെങ്കിലും പകുതിയിലധികം ആളുകൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. അവർക്ക് ഒന്നിടപെട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയും ഒരു ജേണി അങ്ങനെയാണല്ലോ. നമ്മളും ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരുന്നു. പക്ഷേ നമ്മൾ ഇതിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പല രീതിയിലും ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു സെർച്ചിൽ വന്ന പുസ്തകമാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളിങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ ലിജിന, ഒരു 5 കണ്ണ് കാണാത്ത ആളുകൾ കൂടിയിട്ട് ഒരു ആനേനെ കാണാൻ പോയ കഥ. അപ്പോൾ ഒരാൾ പറയുന്നു ആന എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു തൂണാണെന്ന്, ആ കാലുമ തൊട്ടിട്ട് ചെവിയിൽ തൊട്ടിട്ട് പറയുന്ന ആന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വീശണ ഒരു സാധനമാണെന്ന്, അതുപോലെ വാലിൽ തൊട്ടിട്ട് പറയുന്ന ആന കയറ് പോലെയാണ്. അപ്പോൾ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് പറയണത്, കാരണം അവർ കാണുന്നില്ല. അപ്പോൾ കൊമ്പ് പിടിച്ചിട്ട് ഒരാൾ പറഞ്ഞാൽ അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നു. അപ്പോൾ ലൈഫും ഏകദേശം അതുപോലെ തന്നെയാണെന്നാണ് മെഡോസ് പറയണത്. കാരണം നമ്മൾ ലൈഫിൽ കാണണ പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ നമ്മളൊരു കണ്ടു കാണാത്ത ആൾ ചെന്ന് തൊടുന്ന പോലെ നമ്മൾ ആ തൊട്ട ഭാഗത്തിലാണ് നമ്മുടെ പ്രശ്നം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാളും ഡീപ്പായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ കാണുന്ന ഒരു പ്രശ്നം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച് തരാൻ പറ്റാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടല്ലേ ജിൻ, ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വരുമായിരുന്നു. ഒരു പെങ്കൊച്ചി, ലൈക്ക് ഐ വാസ് ചാറ്റിംഗ് വിത്ത് സമ്മൺ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒത്തിരി പഠിക്കുന്ന ഒരാളാണ്, ഒരു റിക്കറൻ്റ് ആയിട്ട് പരീക്ഷ ഫെയിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ആവാണ്ടായപ്പോൾ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ സൈക്കോളജിസ്റ്റ് നേരെ സൈക്യാട്രിസ്റ്റിന് റെഫർ ചെയ്തു. അപ്പോൾ ഒരു സംതിങ് ഡിപ്രഷൻ, സോർട്ട് ഓഫ് മെൻ്റൽ ഇൽനെസ് എല്ലാം ഡയഗ്നോസ് ചെയ്തു. മരുന്ന് കൊടുത്ത് തിരിച്ചു പോകുന്ന വീട്ടിൽ പോയി. പക്ഷേ കഴിഞ്ഞ ഇടയ്ക്ക് ആക്സിഡൻ്റലി നമ്മളുടെ ഒരു ഡീപ്പ് വർക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണാനിടയായെന്ന് പറയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് പുള്ളിക്കാർ തിരിച്ചറിയണത്, ഒയ്യോ എനിക്ക് നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്ന് കഴിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ദർ ഇസ് എ റൂട്ട് ഓഫ് ദ പ്രോബ്ലം. കാരണം നമ്മൾ ആ ഒരു റിക്കറൻ്റ് ആയിട്ട് എക്സ്ട്രീം ഫോൺ യൂസ് എന്ന് പറഞ്ഞ് അത് ഇതിനോട് റെസനേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറമേ കാണുന്ന സിംറ്റം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ കൊച്ചു തിരിച്ചറിയാണ് ഇതും അതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണെന്നുള്ളത് ആ കൊച്ചിൻ്റെ അനാലിസിസിൽ മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ആ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മൾ പുറമേ കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എ സിസ്റ്റം ഇൻ അസ്. അപ്പോൾ അതിനെ പറ്റി പറയാനുള്ള ഒരു പുസ്തകമാണ്. എനിക്കൊന്ന് നമ്മൾ ഈ ഡോമിനോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരിടത്തുനിന്ന് ആയിരിക്കും തട്ടി വിടണേ. പക്ഷെ നമ്മൾ കാണുന്ന ഡോമിനോ ഫോൾ വരുന്നത് ചിലപ്പോൾ നമ്മളെന്ന ഡോമിനോയുടെ ഏതെങ്കിലും ഒരു കാര്യം ഫോൾ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഓക്കെ എന്തൊരു പ്രശ്നമുണ്ടല്ലോ, നമ്മൾ ആ വീഴുന്ന ഡോമിനോനെ മാത്രമാണ് ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു വേറെ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങളുണ്ടാവാം. നമ്മൾ ആ പുറകിൽ എത്രയോ വീഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഡൊണേല മെഡോസ് പറയണത് അത് നമ്മളാ പ്രശ്നത്തിൽ മാത്രമല്ല നോക്കേണ്ടത്, കുറച്ചും കൂടി ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി എ സിസ്റ്റം ഫെയിലിയർ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പൊരുള്. ഓക്കെ,
അപ്പോൾ ഈ സിസ്റ്റംസ് എന്താണ് ഈ സിസ്റ്റംസ്? നമുക്ക് ഒന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, നമുക്ക് അതുപോലെ സർക്കുലേറ്ററി ഓരോ ഹാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ പമ്പിങ് സിസ്റ്റം ഉണ്ട്, റീനൽ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരാളാണല്ലോ നമ്മളെന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അവൻ ജീവിക്കുന്നത് ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ അല്ല, പക്ഷെ അല്ലാത്ത ഒത്തിരി സിസ്റ്റംസ് വെച്ചിട്ടാണ്. നമ്മുടെ ഹാബിറ്റ് ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളോട് പെരുമാറുന്ന രീതി ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സിസ്റ്റമാണ്. ഇപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് സിസ്റ്റമാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ദർ ഇസ് എ ഫെയിലിയർ ഇൻ എ വേ ദാറ്റ് ദെയർ സിസ്റ്റം ഈസ് ബിൽഡ്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റം ഫെയിലിയർ ആണ്. എനിക്ക് ഐഡന്റിറ്റി ഒക്കെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നത് നമ്മുടെ ഐഡന്റിറ്റീനെ ബേസ്ഡ് ആണെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഒരു ബാക്ക്ഗ്രൗണ്ട്. മീൻസ് നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഐ ആം നോട്ട് ഗുഡ് വിത്ത് നമ്പേഴ്സ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞ് നമുക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കണക്ക് ഏറ്റെടുക്കത്തില്ല. നമ്മൾ എപ്പോഴും പേടിച്ചു വരും. പക്ഷേ ഒരിക്കലും കണക്കിനോടുള്ള പേടി കൊണ്ടല്ല, നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ്. വിച്ച് ഇസ് എ സിസ്റ്റം ഫെയിലിയർ അല്ലേ? ഇപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ്, ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് വർക്കിംഗ് ഫോർ എ കോമൺ പർപ്പസ്. അതാണ് സിസ്റ്റം സിംപ്ലി. ഇപ്പൊ നമ്മൾ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോഡിയിലേക്ക് ഓക്സിജൻ എടുക്കാനും ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കാനും അതിന് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ബിഹേവിയറും. ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, ഒരു ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഇതില് നമ്മൾ പുറമെ കാണുന്നത് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ ഉള്ളിൽ ദർ ഇസ് എ സ്ട്രക്ചർ ഉണ്ട്, എന്നാൽ അതൊരു കോമൺ പർപ്പസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ പർപ്പസ് അറിയില്ലെങ്കിൽ, ആ സ്ട്രക്ചർ അറിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു കാണുന്ന എലമെന്റിനെ ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സിമ്പിൾ മീനിങ്. മനസ്സിലായില്ല? ഞാൻ വെരി ഈ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മൾ മെഡിക്കേഷൻ നഴ്സുമാരായതുകൊണ്ട് ഈസി ആയിട്ട് പറയാം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ടോ, എന്തെങ്കിലും എറർ നമ്മുടെ ഇതിനകത്ത് സംഭവിച്ചാൽ പറയും ഇറ്റ്സ് എ സിസ്റ്റം എറർ. നമുക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ എറർ അല്ല, ആ എറർ ആണ്. പക്ഷേ എങ്കിൽ പോലും പല സിസ്റ്റംസ് പ്ലേസ് ചെയ്തിട്ടും അത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ സിസ്റ്റം ഫെയിലിയർ എന്ന് നമ്മൾ പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ലൈക്ക് ദർ ഇസ് നമ്മൾ ആ ഒരു എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഫെയിൽ ആകുമ്പോഴാണ് ഒരു എറർ ഉണ്ടാവുന്നത്. അതെ. ആ സിസ്റ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ ഒരു സിസ്റ്റം റിപ്പറ്റേറ്റീവ് ആണ് ഇൻ ഡിഫറെന്റ് ഏരിയാസിൽ. നമ്മളൊരു പാറ്റേൺ എന്നൊക്കെ പറയില്ലേ, ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യണത് പോലെ ആയിരിക്കാം ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണത്. ഒരു കാര്യത്തിനോടുള്ള ഒരു അപ്രോച്ചിന്റെ ഒരു റെപ്ലിക്ക ആയിരിക്കാം നമ്മൾ വേറെ രീതിയിൽ വേറെ പ്രശ്നങ്ങളുടെ നമ്മൾ അതിനെ കാണണതും അതിനെ മാനേജ് ചെയ്യണം. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ജിമ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ദർ ഇസ് എ വേ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട്, ആ ഒരു സ്ട്രക്ചർ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ദർ മേ നോട്ട് ബി ഒരു പർപ്പസ് ഇഷ്യൂ ആയിരിക്കാം. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിലും. അതെ, ജിമ്മിന് പോകണമെന്ന് പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ പഴിച്ചിട്ടും കാര്യമില്ല. യു ഹാവ് ടു ലുക്ക് ഇൻടു യുവർസെൽഫ് ആൻഡ് ഫൈൻഡ് ഔട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ തന്നെ പഠിപ്പിച്ചേക്കണം നമ്മളെ കുറ്റം പറയാനാണ്. ഇപ്പം ഞാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ ലിജിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ സേവിങ്സിലില്ലെങ്കിൽ അത് നമുക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല, പക്ഷെ there will be some issues with your spending habit. അപ്പം നമ്മൾ ആ വരണതിനെയും ചെലവാവണതിനെയും നമ്മുടെ സ്വഭാവത്തിനെയും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. സിംപ്ലി എനിക്കൊന്ന് ഒട്ടുമിക്ക ആളുകളും സഫർ ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെ കാര്യത്തിൽ കൊണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് എന്തുകൊണ്ട് പറ്റുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ സിസ്റ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ സിസ്റ്റം തിങ്കിങ്ങിനെ ഒന്ന് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ആളുകൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിസ്റ്റത്തിനേക്കാളും നമുക്ക് ആ എലമെന്റ്സ് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. ഈ പുസ്തകത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നത് ദർ ഇസ് എ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലൈഫിൽ സംഭവങ്ങൾ ക്ലിയർ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ഫീഡ്ബാക്ക്. നമ്മുടെ ലൈഫിൽ നമുക്ക് വാർണിംഗ് സൈൻസ് തരാം. ഇപ്പോൾ ഒരു മോട്ടോർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു കാർ ആണെങ്കിൽ അത് പ്രോപ്പർലി വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എഞ്ചിനൊരു ക്രാക്കിംഗ് സൗണ്ട് ഉണ്ടാകാം. അപ്പോൾ അതൊരു ഫീഡ്ബാക്കാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം നമുക്ക് തരുന്ന ഫീഡ്ബാക്കാണ്. ഇപ്പോൾ നമ്മൾ ഫൈനാൻസ് ആണെങ്കിൽ നമ്മൾ പൈസ സ്ട്രഗിൾ ചെയ്യണു, റിക്കറൻ്റ് ആയിട്ടൊരു മാസം അവസാനം എത്തുമ്പോൾ പൈസ സേവ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, അല്ലെങ്കിൽ പൈസ കയ്യിലില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു ഇത്ര ഒരു ഹൈ പേ കിട്ടുന്ന ഒരാൾ 80,000 പെർ മന്ത് അങ്ങോട്ട് സാലറി ഉണ്ട്, പക്ഷേ അവസാനമാകുമ്പോൾ നത്തിങ് ഇൻ ഹിസ് പോക്കറ്റ്. അപ്പോൾ അതൊരു സിസ്റ്റം ഫെയിലിയർ ആണ്. നമുക്ക് അയാൾക്ക് ഇൻകം ഇല്ലാത്തതല്ല പ്രശ്നം, അയാൾക്ക് സ്പെൻഡിങ് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ അയാളുടെ തന്നെ ഒരു ബിഹേവിയർ പാറ്റേൺ ആയിരിക്കാം. അപ്പോൾ അതാണ് ആ ഒരു സിസ്റ്റം. ഇതെങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമ്മൾ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ
അത്തരം കിട്ടണ വാർണിംഗ് സൈൻസിനെ മനസ്സിലാക്കലാണ്. ഇപ്പോൾ റിക്കറൻ്റ് ആയിട്ട് എക്സാം തോൽക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്ത അതേ സിസ്റ്റം വെച്ചുകൊണ്ട് ഈ തവണ എക്സാമിന് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതേ റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. നമ്മൾ ആ റിപ്പറ്റേറ്റീവ് ആണല്ലോ സിസ്റ്റം. അപ്പോൾ അത് യൂണിറ്റ് ടു ലേൺ എവിടെയാണ് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടണത് എന്നുള്ളത്, എവിടെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് ദ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക ശരിയാണെന്ന് പറയാം. ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കഷ്ടപ്പെടുക എന്നതിൻ്റെ അപ്പുറത്ത് they may have to look into why. അതെ, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അയാൾ പഠിക്കുന്ന രീതി തെറ്റായിരിക്കും. നമ്മൾ ആ ഒരു ഓവറോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ പഠിക്കണ രീതി ചിലപ്പോൾ തെറ്റായിരിക്കും, അല്ലെങ്കിൽ അതിനെ പഠിക്കണ സാധനം ചിലപ്പോൾ റിക്കറൻ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നുണ്ടാവുന്ന ആളായിരിക്കാം, പക്ഷേ ഇറ്റ് മേ നോട്ട് ബി സ്റ്റിക്കിംഗ് ഇൻ ഹിസ് ബ്രെയിൻ. അപ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഒരു ഹാർഡ് വർക്ക് മാത്രമല്ല, ദർ ഇസ് എ വേ, ദർ ഇസ് ഔട്ട്കം നമുക്ക് വേണമല്ലോ. എനിക്ക് കറക്റ്റായിട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഈ പ്രാവശ്യം ഞാൻ ഫെയിലായി, എൻ്റെ സിസ്റ്റം ഫെയിലായതാണ്, ലെറ്റ്സ് റിവൈവ് ദ സിസ്റ്റം. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് ഉദ്ദേശിക്കുന്ന ഒരു മാർജിൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഓൾവേസ് ലുക്ക് അറ്റ് ദ സിസ്റ്റം, അല്ലെ? ആ സിസ്റ്റം ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുക. സിസ്റ്റം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ബിസിനസ്സുകൾ നമ്മൾ പല വെഞ്ചേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് വർക്ക് ചെയ്യണില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ പിന്നീട് ഉണ്ടാവണതും ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ പറയണത് ഇറ്റ് നീഡ്സ് എഫേർട്ട്. നമ്മൾ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ എവിടെയാണോ ഇന്ന് എവിടെയാണോ അത് മാത്രമേ എത്തുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ഒരു വി നീഡ് ടു ചേഞ്ച് ദ വേ വി തിങ്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ മാറ്റേണ്ടി വരുമായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇതൊരു ഒബ്ജക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടി കൂടിയാണ്. നമ്മളിപ്പോൾ സാധാരണ ഇമോഷണൽ അല്ലാതെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ സിസ്റ്റമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജയോ തോൽവിയോ അല്ലെങ്കിൽ ലൈഫിലൊരു പ്രശ്നമോ എന്താണെങ്കിലും ഒരു സിസ്റ്റമായിട്ട് കാണുവാണെങ്കിൽ ഇത് ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഇന്നത് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയല്ലായിരിക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ അതിനകത്ത് കലർത്താതെ നമുക്ക് അതിനെ നോക്കാൻ പറ്റും. നമുക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാനും പറ്റുമായിരിക്കും, മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്ന് കരുതുക, അതിൻ്റെ അർത്ഥം ദർ ഇസ് സംതിങ് റോങ്. അപ്പോൾ അത് അയാളുടെ പ്രശ്നമുണ്ടെന്നല്ല, അപ്പോൾ അയാളുടെ ആ ഒരു ദ വേ അയാളെ സ്ട്രക്ചർ ചെയ്തല്ലേ, ചിലപ്പോൾ ആൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഗോളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓവറോൾ ആ ഒരു പ്രോസസ്സാണ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു സിമ്പിൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾ ഉണ്ട്, ഒരു ദ ബാത്ത് ടബ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മളൊരു വെള്ളം ടാങ്ക് എന്നൊക്കെ പറയുന്നത്, ആ വെള്ളം ടാങ്കിൽ ഒരു ഇൻഫ്ലോ ഉണ്ട്, പുറത്തേക്കുള്ള ഒരു വാൽവ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ സാധനം നമ്മുടെ ഒരു ടാങ്കാണ്. ആ ടാങ്കാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടത്. പക്ഷെ അതിലേക്ക് വെള്ളം വരുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളതിൽ വെള്ളം കൂടുതൽ നിൽക്കാനായിട്ട് രണ്ട് രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം വരുത്തണം, അതേസമയം തന്നെ പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോയും കൺട്രോൾ ചെയ്യാൻ പറ്റണം. എങ്കിലാണല്ലോ നമുക്ക് അതിൻ്റെ അളവ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം കുറവാണ് പുറത്തേക്ക് വരുന്നത് എന്ന് കരുതിയിട്ട് ഒത്തിരി വെള്ളം ടാങ്കിലേക്ക് കയറ്റിയിട്ട് കാര്യമില്ല. there should be ഒരു ബാലൻസ് ഇൻ സിസ്റ്റം. അപ്പോൾ അത് ആ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇൻകത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഒത്തിരി ഇൻകം നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ആ ടാങ്കിൽ പൈസ ഇല്ലെങ്കിൽ യൂണിറ്റ് ലുക്ക് ഇൻ ടു ബോത്ത് വേ. ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റണം. അതുണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല, നമ്മുടെ ഔട്ട്ഫ്ലോ വലുതാണെങ്കിൽ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് സിമ്പിളാണ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ചിലവ് ഇൻകം കൂട്ടുകയും ചെയ്താൽ ചിലപ്പോൾ അത് ബാലൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിലും കെയർഫുൾ ആവണം. അപ്പോൾ നമ്മൾ ഞാൻ നാളോട്ട് ഒട്ടും പൈസ സ്പെൻഡ് ചെയ്യില്ല നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം വരുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ, നമുക്ക് ഇൻകം കുറവാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്, സിസ്റ്റം വർക്ക് ചെയ്യില്ല. സിസ്റ്റത്തിന് ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. അപ്പോൾ അതിൽ എവിടെയാണ് നമുക്ക് ആ ഒരു തിങ്കിങ് അപ്രോച്ച് എടുക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതല്ലാതെ ഇപ്പം ഇത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു രീതിയാണ്. എനിക്ക് ബാറ്റപ്പ് മെത്തേഡ് ഇസ് വെരി വെരി റെലവൻറ്റ്. പിന്നെ ഈസി ടു തിങ്ക് ആണ്. എവിടെയാണ് ഇൻഫ്ലോ ആണ് ഔട്ട്ഫ്ലോ ആണ്, പ്രത്യേകിച്ച് ഇൻകത്തിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമുക്ക് ലൈഫിൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബിസിനസ്, ആ ബിസിനസ്സിൽ
ബിസിനസിൻ്റെ സ്ട്രാറ്റജി, ബേസിക്കലി ആ ഒരു സ്ട്രാറ്റജിക് തിങ്കിങ് എന്ന് പറയുന്നതിൻ്റെ കോർ ഈ പുസ്തകമാണെന്ന് പറയുന്നത്. കാരണം ഇപ്പം ഈ ഓഥർ ഒരു എൻവയോൺമെന്റലിസ്റ്റ് ആയിരുന്നു. കാരണം ഒരു സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്ന ആളായിരുന്നു, വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇത് എന്തുകൊണ്ട് നമുക്ക് ലൈഫിലെ ബാക്കി ഏരിയാസിൽ നമുക്ക് അപ്ലൈ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ബുക്ക് വരുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് ഏരിയയിൽ ഭയങ്കര പോപ്പുലറായി ഈ ബുക്ക്. ഇപ്പോൾ എങ്ങനെ ഒരു ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കുക, അപ്പോൾ നമ്മൾ റിക്കറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ നോക്കി ഹൗ ക്യാൻ വി മേക്ക് എ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കുന്ന ബുക്കാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് കൂടുതൽ സക്സസ്ഫുൾ ആവണം, അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ റിച്ചർ എന്തുകൊണ്ടാവണം എന്നുള്ളതിന് ഐ തിങ്ക് ദേ ഹാവ് എൻ കപ്പാസിറ്റി ടു ലേൺ അബൌട്ട് ദെയർ ഓൺ സിസ്റ്റം. ഒപ്പം തന്നെ അവർക്ക് വിജയിച്ചിട്ടുള്ള ആളുകളുടെ സിസ്റ്റം മനസ്സിലാക്കാനും ഉള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിസ്റ്റം ഫോർമുല ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫോർമുല, ഇപ്പോൾ നമ്മുടെ അൽഗോരിതം, യൂട്യൂബ് അൽഗോരിതം അതാണല്ലോ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ പാറ്റേൺ അവർ മനസ്സിലാക്കുന്നു, അതേ സെയിം കാറ്റഗറിയിലുള്ള വീഡിയോസ് നമുക്ക് പുഷ് ചെയ്ത് തരും. അപ്പോൾ സിസ്റ്റത്തിന് പറ്റും, ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പറയണം നമുക്കും പറ്റുമെന്നാണ്. നമ്മുടെ കോപ്പി ചെയ്യുന്നതാണല്ലോ ബേസിക്കലി ഒരു AI വരുന്നത്. വെരി ഈസി ടു തിങ്ക് ഓഫ് ദിസ്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ. പക്ഷേ ആദ്യം കുറച്ച് പാടായിരിക്കാം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങാനായിട്ട്. കാരണം ഇമോഷൻസ് മിക്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ സിസ്റ്റം ഇല്ല അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു വൺസ് നമ്മൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആവാം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളോടും നമ്മുടെ കാര്യങ്ങളോടും നമ്മുടെ ഒരു ഡിഫിക്കൽട്ടീസിനോടൊക്കെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്കൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെ കോപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൻസേഴ്സ് കിട്ടുമായിരിക്കും. അതെ, ഇപ്പം നമ്മൾ പറയില്ല, ഇപ്പം ചെറിയ ചില കാര്യങ്ങൾ ഒരു സ്മോൾ വിൻസ് ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഒരു സിസ്റ്റം നമ്മൾ ഇംപ്രൊവൈസ് ചെയ്യണതിൻ്റെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രൈ ടു ഒബ്സർവ്, നമ്മുടെ തന്നെ ഒന്ന് തിരിച്ച് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നമുക്കറിയാതെ ഈ സാധനം എൻ്റെ അടുത്ത് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ചെറിയ ഒരു സിസ്റ്റം, അത് ഒരു ചെറിയൊരു വിന്നാണെങ്കിൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ഇത് പറഞ്ഞത് ഇതൊരു സെയിം പ്ലാൻ തന്നെ റിക്കറൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മളെല്ലാത്തിലും ഫെയിലിയർ ആവണം, അല്ലെങ്കിൽ തൊട്ടതെല്ലാം ഫെയിലിയർ ആവണം, അത് നമ്മുടെ ആ ഒരു വേ വി തിങ്കിങ്ങിന്റെ പ്രശ്നമാണ്. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണതിന്റെ പ്രശ്നം. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഈ ബുക്കിനകത്ത് എന്തെങ്കിലും ഒരു സിംഗിൾ തിങ് ദാറ്റ് യു വാണ്ട് ഫോക്കസ് ഓൺ എന്തായിരിക്കും അത്? ഇതിൽ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ യു ആർ ദ സിസ്റ്റം, ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. നമ്മുടെ ആ ഒരു സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ സിസ്റ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ യു ആർ ട്രൈങ് ടു കൺട്രോൾ ഇറ്റ്. പക്ഷെ ആ നേരം ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഗോള് ആ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത ആളുകൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് സേസ് ലൈക്ക് യു ക്യാൻ ഡാൻസ് വിത്ത് ദ സിസ്റ്റം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ നമുക്കൊരു വി ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് സിസ്റ്റം. എനിക്ക് ലിജിൻ അത് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നാറുണ്ട്. കാരണം പെട്ടെന്ന് ഓർമ്മ വെച്ചാൽ ഞാൻ ഇപ്പം റാൻഡമായിട്ട് കീറ്റോ ഡയറ്റ് അങ്ങനെ ഡയറ്റുകൾ ഫോളോ ചെയ്യാറുണ്ട്. കുറച്ചാൾ ഫോളോ ചെയ്യും, പിന്നെ പറ്റാണ്ടാവും. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അതാണ്. അപ്പോൾ എന്നാണോ എനിക്കിഷ്ടം, എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് ഉണ്ടാക്കി തുടങ്ങിയോ അന്ന് തൊട്ടാണ് എനിക്ക് ഡയറ്റ് ഒരു ബുദ്ധിമുട്ടാവാണ്ട് ആയി തുടങ്ങിയത്. ലിജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ലിജിൻ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ലിജിൻ മറ്റൊരാൾ പറയുന്ന സിസ്റ്റം ലിജിന് അപ്ലൈ ചെയ്തില്ല, വർക്ക് ചെയ്തില്ല. ഇപ്പോൾ ഇതിൽ പറഞ്ഞ റിജിഡ് പ്ലാനിനെ മാറ്റിയിട്ട് നമ്മളൊരു വാച്ച് ആൻഡ് അഡാപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളൊരു കാര്യത്തിൽ ഒബ്സർവ് ചെയ്ത് അതിനെ അഡാപ്റ്റ് ചെയ്ത് ലിജിൻ അതാ ചെയ്ത്. അത് വെരി വെരി റെലവൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുവാണ്, എന്തുകൊണ്ടാണ് ഫെയിലിയർ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന്. ഇന്നാളൊരു ഫ്രണ്ട് നമ്മുടെ ചാറ്റിൽ ഒരാൾ ചോദിച്ചോലെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം ചിലപ്പം ഈ ഒരു സിസ്റ്റം ഫെയിലിയർ ആയിരിക്കാം, നിങ്ങളുടെ കുഴപ്പം ആയിരിക്കത്തേ ഇല്ല. അപ്പോൾ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യാതെ മേ ബി ഇറ്റ്സ് ടൈം ടു സിറ്റ് ഡൗൺ ആൻഡ് തിങ്ക് ഇതെങ്ങനെയാണ് ഒന്നിൻ്റെ കാരണമായിരിക്കുമല്ലോ അടുത്തത്. അപ്പോൾ അതെങ്ങനെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു, അപ്പോൾ അതിന് ഞാൻ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടാവാം, അത് ചിലപ്പോൾ ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൽ പിന്നെ നമ്മളിങ്ങനെ പറയാമല്ലോ ജിൻ, ഇപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ഫെയിലിയർ ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യണില്ല എന്ന് കരുതിയിട്ട് യു ആർ എ പാർട്ട് ഓഫ് ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ഇപ്പോൾ നിങ്ങളതൊന്നും ഇപ്പം നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യണത് വർക്ക് ചെയ്യണില്ലെങ്കിൽ യു ലൈക്ക് ചിലപ്പോൾ നല്ലൊരു മകനായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു മകളായിരിക്കാം. അപ്പോൾ യു ആർ എ പാർട്ട് ഓഫ് മെനി സിസ്റ്റം. നമ്മൾ ഫാമിലി ഒരു സിസ്റ്റമാണ്, ഫ്രണ്ട് സർക്കിൾ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ അങ്ങനെ നമുക്ക് കാണാനും കൂടി പറ്റണം ഒരു ബിഗർ പിക്ചറിൽ. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ലിജിന് ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലിജിന് കമ്പനിയിൽ സെയിൽസ് കുറവാണെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ യു ടു ബ്ലെയിം അതേഴ്സ്. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഇപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ
ആണെങ്കിൽ നമ്മൾ പറയില്ല ഒരു ബോട്ടിൽ നെക്ക് എന്നൊക്കെ പറയില്ലേ, അപ്പം അത് എവിടെയെങ്കിലും ആ ഒരു സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ യു നീഡ് ടു സ്റ്റെപ്പ് ബാക്ക്, ഓവറോൾ ആ സിസ്റ്റത്തിൻ്റെ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഓവറോൾ ആ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണില്ലെങ്കിൽ അതും ആ ഡിപ്പാർട്ട്മെന്റിന് മാത്രം ആയിക്കൊള്ളുന്നില്ല, അപ്പോൾ അവർക്ക് ഇനഫ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഒന്ന് സിറ്റ് ബാക്ക് ചെയ്ത് നമ്മളൊന്ന് ഒന്ന് വാച്ച് ആൻഡ് അഡാപ്റ്റ് എന്ന് പറയുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ ഈവൻ ബിസിനസ്സിലാണെങ്കിലും ഐ തിങ്ക് നമ്മളതൊക്കെ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജീസ് ആണ്. നിങ്ങൾ സിസ്റ്റം എന്ന രീതിയിൽ എന്തെങ്കിലും ലൈഫിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അങ്ങനെ രീതിയിൽ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് ലൈഫിൽ തോന്നുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ശ്യാം. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കായിരുന്നു. വെരി ഒത്തിരി ചെറുതാക്കി പറഞ്ഞു, പക്ഷേ അത് ഭയങ്കര മെയിൻ പോയിന്റ്സ്, ചെറിയ കൺസെപ്റ്റാണ്, പക്ഷേ ഇറ്റ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് അല്ലേ. നമ്മൾ ചിലപ്പോൾ ചെറിയൊരു പെർസ്പെക്റ്റീവ് മതി നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ. ഉറപ്പായിട്ടും എനിക്കൊന്നും എല്ലാം ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ആളുകൾക്ക്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ അടുത്ത ബുക്കിൽ കാണുന്നവരെ നമുക്ക് ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കാം ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത്. അതെ, കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കൊച്ചു നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ ഒരു പേഴ്സൺ പറഞ്ഞ പോലെ ഒറ്റ വീഡിയോ കണ്ടതിന് ശേഷം പുള്ളിക്കാരിയുടെ ലൈഫിൽ എൻ്റയർലി ഡിഫറൻസ് വരാൻ പോവാണ്. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരു 10-700ഓളം പേര് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. ഒരു ചെറിയൊരു സ്പാർക്ക് മതി ലൈഫിനെ മുന്നോട്ട് നമ്മൾ വിചാരിക്കണ പോലെ കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരാൾ കേൾക്കുമ്പോഴായിരിക്കാം. അപ്പോൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യുക. പുതിയ ബുക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഈ കമൻസ് ആയിട്ട് ഞങ്ങളത് എടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ബൈ.